വിൽപ്പന നടത്തിയ മത്സ്യത്തിന്റെ വിലയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മത്സ്യ മൊത്ത വിൽപ്പനക്കാരൻ മത്സ്യത്തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. വർക്കല നടേറ സ്വദേശിയായ 54-കാരൻ കബീർ വാരിയെല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചും കാലിനും മുഖത്തും ഗുരുതരമായ പരിക്കേറ്റും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വർക്കല വള്ളക്കടവ് സ്വദേശിയായ ഷാജിക്കെതിരെയാണ് പരാതി. ഷാജിയുടെ വീടിന് മുന്നിൽ വെച്ചാണ് കബീർ ആക്രമിക്കപ്പെട്ടതെന്നും പരാതിയിൽ പറയുന്നു. ഷാജി 6 മാസക്കാലത്തോളം ചില്ലറ വിൽപ്പനയ്ക്കായി കബീറിന് മത്സ്യം നൽകാറുണ്ടായിരുന്നു. വിൽപ്പനയ്ക്ക് ശേഷമാണ് പണം തിരികെ നൽകിയിരുന്നത്. സംഭവ ദിവസം ഷാജി കബീറിനെ വള്ളക്കടവ് ഭാഗത്തേക്ക് മത്സ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു അത്രേ. ഇരുവരും തമ്മിലുള്ള വാക്കേറ്റത്തിനൊടുവിൽ ഷാജി വീടിന് സമീപത്തു നിന്നും എടുത്ത ഇരുമ്പ് കമ്പി കൊണ്ട് കബീറിൻ്റെ കാലിൽ തുടരെ അടിക്കുകയും നെഞ്ചിലും മുഖത്തും ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. മീൻ എടുക്കുന്ന മീൻ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയും മീനിൻ്റെ ആവശ്യത്തിനായിട്ട് മൈതാനത്ത് വരികയും പിന്നെ കടപ്പുറത്ത് കൊണ്ടുപോയി അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലിട്ട് കടപ്പുറ സൈഡിൽ ഇട്ട് അടിക്കുന്ന പട്ടിനെ കല്ലിനൊക്കെ തള്ളുകയും ഒരു ആലിൻ്റെ മൂട്ട് വണ്ടിയിൽ കൊണ്ടുപോയിട്ട് തള്ളിയിടുകയും ചെയ്തു. അവസാനം ആൾക്കാർ കണ്ട് അവർ ഓടി രക്ഷപ്പെട്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് അവന്മാർ ഗവൺമെൻറ് ആശുപത്രിയിൽ പറഞ്ഞ് പട്ടി കുറുക്കുകാടിയെന്ന് പറഞ്ഞ് പാരിപ്പള്ളി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ ചോദിച്ചപ്പോഴത്തേക്കാണ് സത്യങ്ങൾ പോലും പറഞ്ഞ് അവരെ അടിച്ചതാണ്. അവർ ഒന്നിനും ഇറങ്ങാതെ അവർ നിൽക്കുകയാണ്. ഇതിന് ഞങ്ങൾക്കൊരു നീതിയാണ് സാറേ. കാരണം എനിക്ക് 3 പെൺമക്കളാണ്. എനിക്ക് എല്ലാവർക്കും ആർക്കെയും ഒരു സഹായമില്ല. ഈ ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോയാണ് എൻ്റെ വീട് കഴിഞ്ഞിരിക്കുന്നത്. 3 മാസം ഒറ്റ കിടപ്പ് കിടക്കണമെന്ന് പറയുന്നു. അവന് വേറെ ബൈക്കിൽ കയറിയാണ് പറയുന്നത്. അവൻ്റെ കയറിയില്ല, ഒരു പ്രശ്നമായിരുന്നു. വേറെ കാണാൻ ഫോൺ വിളിച്ചാൽ വീട്ടിൽ അറിയിച്ചു. എന്നിട്ട് പാരിപ്പള്ളി കോളേജ് അവിടെ നിന്നാണ് സെൻറ്റർ വിട്ട് ഇങ്ങോട്ട് നാട്ടിൽ